السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين الذي أنزل القرآن بلسان عربي مبين ثم الصلاة والسلام على النبي الأمي الأمين وعلى آله وأصحابه ومن استنى بسنته إلى يوم الدين أما بعد. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മസ്ജിദ് നബവിയിൽ ഒരു ദൗറയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ സന്ദർഭം ഞാനും ആഫ്രിക്കയിലെ ബുർക്കീന ഫാസോ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മസ്ജിദ് നബവിയിൽ വെച്ച് മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആഫ്രിക്കയിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള കുറച്ച് വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കുറച്ച് പ്രായം ചെന്ന ഒരു ഇന്ത്യക്കാരൻ ഞങ്ങളെ ബാക്കിൽ നിന്ന് വളരെ ആവേശത്തോടു കൂടി ഓടി വരികയാണ്. എന്നിട്ടൊരു ചോദ്യം ഞങ്ങളോട്, ഇവർ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ നാട്ടുകാരാണല്ലേ? എന്നിട്ട് ആ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള സന്തോഷം അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ, അദ്ദേഹത്തോടുള്ള ആ ഒരു ഇഷ്ടം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുറച്ച് ആളുകളെ കണ്ടപ്പോൾ വീണ്ടും അവരുടെ പുറത്ത് കൈവച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സന്തോഷത്തോട് പറയാം, ബിലാൽ റളിയല്ലാഹു അൻഹു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സത്യവിശ്വാസിയുടെ ഹൃദയമാണത്. സ്വഹാബിമാരോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലാ യുഹിബ്ബുൽ അൻസാറ ഇല്ലാ മുഅ്മിനുൻ. അൻസാരികളെ സത്യവിശ്വാസികൾക്ക് മാത്രമേ ഇഷ്ടപ്പെടാൻ സാധിക്കുകയുള്ളൂ. വലാ യുബ്ഗിദുഹും ഇല്ലാ മുനാഫിഖുൻ. അവരോട് ആരെങ്കിലും ദേഷ്യം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അവർ മുനാഫിഖുകളുമായിരിക്കും. മൻ അഹബ്ബഹും അഹബ്ബഹുല്ലാഹ്. ആരെങ്കിലും അവരെ സ്നേഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടും. വമൻ അബ്ഗദഹും അബ്ഗദഹുല്ലാഹ്. ആരെങ്കിലും അവരോട് ദേഷ്യപ്പെട്ടാൽ, അവരോട് വെറുപ്പ് കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വെറുപ്പും ദേഷ്യവും അവർക്കുണ്ടായിരിക്കും. സ്വഹാബിമാർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുസ്ലിമായി ജീവിക്കുകയും അങ്ങനെ മുസ്ലിമായി മരണപ്പെടുകയും ചെയ്ത ആളുകൾക്കാണ് സ്വഹാബിമാർ എന്ന് പറയുന്നത്. അവരുടെ ഫളലുകൾ, അവരുടെ ശ്രേഷ്ഠതകൾ പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് കാണാം, ഖദ് അസ്നല്ലാഹു തബാറക വ തആല അലാ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖുർആനി വത്തൗറാത്തി വൽ ഇൻജീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി സംസാരിച്ചിട്ടുള്ളത്, മറിച്ച് അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൗറാത്തും ഇൻജീലും ഇറക്കിയപ്പോൾ അതിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ് ദാലിക മസലുഹും ഫിത് തൗറാഹ്. അവരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ കുറിച്ചാണ് പറയുന്നത്. അവർക്കിടയിൽ വളരെ ദയാവായ്പുള്ളവരാണ്. പിന്നെ അവരുടെ ശത്രുപക്ഷത്തോട് വളരെ കഠിനമായിട്ട് ഇടപെടുന്നവരുമാണ്. അതുപോലെ തന്നെ അവരുടെ മുഖത്ത് സുജൂദിന്റെ അടയാളങ്ങൾ കാണാം. ദാലിക മസലുഹും ഫിത് തൗറാഹ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറക്കി കൊടുത്ത തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ കുറിച്ച് പറഞ്ഞതാണത്. അവരുടെ ഉപമ അങ്ങനെയാണ്. വമസലുഹും ഫിൽ ഇൻജീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻജീലിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇൻജീൽ അവതരിപ്പിച്ചു കൊടുത്തപ്പോൾ അതിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് പറയാൻ കഴിയും. വമസലുഹും ഫിൽ ഇൻജീലി കസർഇൻ അഖ്റജ ശത്അഹു ഫആസറഹു ഫസ്തഗ്ലദ ഫസ്തവ അലാ സൂഖിഹി യുഅജിബു الزراع ലിയഗീദ ബിഹിമുൽ കുഫാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് അതിന്റെ തഫ്സീറുകൾ പരിശോധിക്കാം. അപ്പോൾ തൗറാത്തിലും ഇൻജീലും പരിശുദ്ധ ഖുർആനിലും ഇതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറഞ്ഞവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ എന്ന് പറയുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസുബ്ബു അസ്ഹാബി. നിങ്ങൾ എൻ്റെ കൂട്ടുകാരെ, എൻ്റെ സ്വഹാബിമാരെ നിങ്ങൾ ചീത്ത പറയരുത്, അവരെ മോശമാക്കി സംസാരിക്കരുത്. കാരണം ഫവല്ലദി നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അഥവാ അല്ലാഹു ആണ് സത്യം. ലൗ അന്ന അഹദകും അൻഫഖ മിത്ല ഉഹുദിൻ ദഹബൻ, നിങ്ങളിൽ ആരെങ്കിലും ഉഹുദ് മലക്ക് തുല്യമായ സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും
മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫഹു. അവരവരുടെ കൈകൾ കൊണ്ട് നേരെ കൊടുത്ത സ്വതക്കക്ക് അല്ലെങ്കിൽ ഒരു മുദ്ദിന് അല്ലെങ്കിൽ അതിന് പകുതിക്ക് പോലും അത് തുല്യമാവുകയില്ല എന്നുള്ളതാണ്. കാരണം അവര് അതിലേക്ക് ആവേശത്തോടു കൂടി മുൻകടന്നു വന്ന സാബിഖീങ്ങളാണ്. അവർ എല്ലാത്തിലും മുൻകടന്നു വരുന്നവരാണ്. അതേപോലെ തന്നെ സുദ്ദീഖീങ്ങളാണ്, സത്യസന്ധത, അവരുടെ ഇഖ്ലാസ്, അതുപോലെ തന്നെ അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന യാതനകൾക്കിടയിലും എന്താണോ അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ളത് അതൊക്കെ, സ്വന്തം ശരീരമാണെങ്കിൽ അത്, സ്വന്തം സമയമാണെങ്കിൽ അത്, സ്വന്തം കുടുംബമാണെങ്കിൽ അത്, എന്ത് വേണമെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന വിഷയത്തിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടേണ്ട താമസം അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ സ്വത്ത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സ്വത്തിന്റെ പകുതി അവിടെ കൊണ്ടുപോയിട്ട് ചെലവഴിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോഴേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ സ്വത്ത് കൊണ്ട് വാങ്ങാൻ സാധിക്കുന്നതൊക്കെ വാങ്ങിയിട്ട് സത്യവിശ്വാസികൾക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടും, അതുപോലെ തന്നെ ജയ്ഷുൽ ഉസ്ര പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള, സൈന്യത്തിന് വേണ്ടിയുള്ള ചെലവുകളും എല്ലാം സംഭാവന ചെയ്തുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതെല്ലാം സ്വഹാബിമാരുടെയും ചരിത്രമാണ്. മാത്രമല്ല ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, ഈ ഹദീസിൽ തഫ്ദീലു സ്വഹാബത്തി കുല്ലിഹിം അലാ ജമീഇ മൻ ബഅദിഹിം, അവർക്ക് സ്വഹാബിമാർക്ക് ശേഷമുള്ള എല്ലാവരെക്കാളും എല്ലാ സ്വഹാബിമാരും ഉത്തമരാണ് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂല് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത അറിവ് അത് പരമാവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിലും വളരെ ആവേശമായിരുന്നു അവർക്ക്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, നിങ്ങൾ ലൗ വദഅതുമുസ് സംസാമത അലാ ഹാദിഹി വഅശാറ ഇലാ ഖഫാ, എൻ്റെ ബാക്കിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ഈർച്ചവാള്, ഒരു വാള് കൊണ്ടുപോയി വെച്ചിട്ട് ثم ظننت أني أنفذ كلمة سمعتها من النبي صلى الله عليه وسلم قبل أن تجيز علي لأنفذتها. ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നതാണിത്. അതായത് എൻ്റെ പിന്നിൽ നിങ്ങളൊരു കത്തി കൊണ്ടുവച്ചിട്ട് എന്നെ അറക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു അറിവ് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു സമയം കിട്ടുകയാണെങ്കിൽ അത് ആ സമയത്ത് പോലും ഞാൻ ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല അള്ളാഹുവും റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു ചിന്ത, അതെന്തുകൊണ്ട് അങ്ങനെ എന്ന രൂപത്തിലുള്ളൊരു ചിന്ത പോലും, അല്ലെങ്കിൽ അത് അവർക്ക് എത്ര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെങ്കിലും അത് ഉപേക്ഷിക്കാൻ ഒരു വൈമനസ്യം പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കലും കുന്തു സാഖി അൽ ഖൗമി ഫി ബൈതി അബീ ത്വൽഹ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ആളുകൾക്ക് വീഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. പെട്ടെന്ന് ഫൈദാ മുനാദിൻ യുനാദി ഫഖാല അബൂ ത്വൽഹ, അപ്പോൾ ഒരാൾ പുറത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അബൂ ത്വൽഹ പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഉഖ്റുജ് ഫൻദുർ മാ ഹാദാ സൗത്ത്, ഒന്ന് പുറത്തു പോയി നോക്ക്, എന്താണ് ഈ ശബ്ദം എന്ന് നോക്ക്. ഖാല ഫഖറജ്തു ഫഖുൽതു ഹാദാ മുനാദി യുനാദി. അപ്പോൾ അദ്ദേഹം പുറത്തു പോയി, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, പുറത്തൊരാൾ ഇങ്ങനെ ഓടി നടന്ന് വിളിച്ചു പറയുന്നുണ്ട്, അലാ ഇന്നൽ ഖംറ ഖദ് ഹുരിമത്, ഖംർ കള്ള് ഹറാമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു പോകുന്നു. ഫഖാല ലി, അപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, ഇദ്ഹബ് ഫഅഹ്രിഖ്ഹ, നീ പോവാ എന്നിട്ട് എന്ത് ചെയ്യുക, ആ കള്ള് മുഴുവൻ അത് ഒഴുക്കി കളയുക. ഫജറത് ബിഹാ സികകിൽ മദീന, ആ കള്ള് മുഴുവൻ അവിടെ ഒഴുക്കിക്കളഞ്ഞു. അവരുടെ പക്കലുണ്ടായിരുന്ന എല്ലാ കള്ളുകളും അവിടെ ഒഴുക്കിക്കളയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, മദീനയിലെ തെരുവുകളിലൂടെ ആ കള്ളിങ്ങനെ ഒഴുകി പോകുന്നത് അവർ കാണുകയാണ്. എന്താണ് കാരണം? എന്താ? അവര് കുടിച്ചുകൊണ്ടിരുന്ന ഒരു പാനീയം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കി എന്ന് കേൾക്കേണ്ട താമസം. ഫഹൽ അൻതും മുൻതഹൂൻ എന്നുള്ളൊരു ആയത്ത്. ഇന്ന് ലോകത്ത് ഈ ഒരു കള്ള് കാരണം ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, മദ്യം കാരണം, കഞ്ചാവ് കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ചില്ലറയാണ്. ഒരൊറ്റ വാക്ക് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഹറാമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നതോടുകൂടി മുഴുവൻ സ്വഹാബിമാർ അതിനെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുകയാണ്. പിന്നെ അവരുടെ ജീവിതത്തിൽ അതില്ല. ആ രൂപത്തിൽ പരിപൂർണമായിട്ട് അതിനവർ ഒഴിവാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ സ്വഹാബിമാരുടെ കഥകൾ, അവരുടെ ചരിത്രങ്ങൾ, നമുക്ക് മുമ്പ് ജീവിച്ചു പോയ ആ മഹാമനുഷ്യരുടെ ജീവിത കഥകൾ, അത് ഓരോന്നും നമുക്ക് പാഠങ്ങളാണ്. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അവരോടുള്ള ഇഷ്ടം അവരിൽ വളർത്തുന്ന രൂപത്തിൽ ഈ സംഭവങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാരെ കുറിച്ച് പറയപ്പെടാറുണ്ട്, അവരുടെ മക്കൾക്ക്
പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ സ്വഹാബിമാരോടുള്ള ഇഷ്ടം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക എന്നുള്ളത്, ചീത്ത പറയുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയവുമാണ്. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഫൈദാ അറഫ്ത അന്ന ആയാത്തിൽ ഖുർആനി തകാസറത് ഫീ ഫദ്ലിഹിം വൽ അഹാദീസ് അൽ മുതവാതിറത ബിമജ്മുഇഹാ നാസ്വത്തുൻ അലാ കമാലിഹിം. അവരുടെ പൂർണ്ണതയും അതുപോലെ തന്നെ അവരുടെ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെ പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഹദീസും ഒരുപാട് സംസാരിക്കുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒരാൾ ഒരു സ്വഹാബിയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നത് അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫഖദ് കഫറ, അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. മാത്രമല്ല ആരാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാരെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക? അബൂ സുറഅ അർ-റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇദാ റഅയ്ത റജുല യന്തഖിസു അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅലം അന്നഹു സിന്ദീഖുൻ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാരെ കുറിച്ച് ആരെങ്കിലും ഇകഴ്ത്തി സംസാരിക്കുന്നത് നീ കാണുകയാണെങ്കിൽ ഫഅലം, നീ അറിയുക, അവനൊരു സിന്ദീഖാണ്, മതത്തിൽ നിന്ന് പുറത്തു പോയവനാണ് എന്ന് നീ മനസ്സിലാക്കുക എന്നുള്ളത്. എന്താണ് അവർ ഇത്ര ഗൗരവത്തോടു കൂടിയ ഒരു വിഷയത്തെ, സ്വഹാബിമാരെ കുറിച്ച് മോശം പറയുന്നത് ഇത്ര ഗൗരവമായിട്ട് കാണാനുള്ള കാരണം? അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ദീന് നമുക്ക് എത്തിച്ചു തന്നത് സ്വഹാബിമാരാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന് കത്തിവെക്കാനാണ് ഒരാൾ സ്വഹാബിമാരെ കുറ്റം പറഞ്ഞ് തുടങ്ങുന്നത്. നമ്മൾ ഒന്നാലോചിച്ച് നോക്കി, ഒരു ഹദീസ് പോലും ഒരു സ്വഹാബിയിലൂടെ അല്ലാതെ നമുക്ക് കിട്ടിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു താബിഈ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ആ ഹദീസ് ദുർബലാണ്. കാരണം താബിഈങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്കിടയിൽ നിർബന്ധമായിട്ടും ഒരു സ്വഹാബി ഉണ്ടായിരിക്കണം. അപ്പോൾ സ്വഹാബിമാർ ത്രൂ ആയിട്ടല്ലാതെ ഒരു ഹദീസും വന്നിട്ടില്ല എങ്കിൽ സ്വഹാബിമാരെ കുറിച്ച് കുറ്റം പറഞ്ഞ് തുടങ്ങുന്നതോടെ പിന്നെ സംഭവിക്കുന്നത് എന്താ? അത് അള്ളാഹുവിൻ്റെ ദീനിനെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവിടെ പിന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല പിന്നെ സ്വഹാബിമാർ അവരെല്ലാവരും അദലുകളാണ്. ഇപ്പോൾ ഹദീസുകളുടെ പരമ്പരകൾ, സിൽസിലത്തുൽ സനദിൻ്റെ ആളുകളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്ന റിജാലുൽ അസാദീദിൻ്റെ പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ താബിഈങ്ങളെ കുറിച്ചും അവർ ശേഷം വന്ന പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ സിഖയാണ്, വിശ്വസനീയമായിട്ടുള്ള ആളുകളാണ്, പിന്നെ സ്വാദിഖാണ് അല്ലെങ്കിൽ ഹാഫിളാണ് എന്നൊക്കെ അവരെ കുറിച്ച് വിശേഷണങ്ങൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ സ്വഹാബിമാരെ കുറിച്ച് പറയുമ്പോൾ ഇതൊന്നും പറയില്ല. ജസ്റ്റ് ഒറ്റ വേർഡ് സ്വഹാബി, അത് മതി. അവരെ കുറിച്ച് മനസ്സിലാക്കാൻ അത് മതി. പിന്നെ കുറേ അവരെ എക്സ്ട്രാ വേർഡുകൾ ഉപയോഗിച്ച് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഓൾറെഡി സർട്ടിഫൈഡ് ബൈ അള്ളാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കേഷൻ കൊടുത്ത ആളുകളാണ് അവർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. മുഹാജിറുകളും അൻസാറുകളും അവരെ പിന്തുടർന്നവരൊക്കെ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭിച്ചവരാണ് എന്ന്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. ആ മരത്തിൻ്റെ താഴെ വെച്ച് താങ്കൾക്ക് ബൈഅത്ത് നൽകിയ ആളുകൾക്ക് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രത്തോളം പുകഴ്ത്തി പറഞ്ഞ സ്വഹാബിമാരെ കുറിച്ച് മോശമായിട്ടുള്ളൊരു വാക്കും നമ്മുടെ അടുത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി കുറച്ചും കൂടി കണിശമായിട്ട് വിഷയം സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് സ്വഹാബിമാരെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നവരെ കുറിച്ച്, ഇന്നമാ ഹഉലാഇ ഖൗമുൻ അറാദുൽ ഖദ്ഹ ഫിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യുമക്കിൻഹും ദാലിക്. തീർച്ചയായും സ്വഹാബിമാരെ കുറ്റം പറയുന്ന, അവരെ ചീത്ത വിളിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം അത് വിശ്വാസികൾ ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് നബിൻ്റെ സ്വഹാബിമാരെ കുറ്റം പറഞ്ഞു തുടങ്ങുക എന്നുള്ളത്. ഫഖദഹു ഫി അസ്ഹാബിഹി, അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ കുറ്റം പറഞ്ഞു തുടങ്ങി. ഹത്താ യുഖാൽ, പറയപ്പെടുന്നത് വരെ റജുലു സൂഇൻ കാന ലഹു അസ്ഹാബി സൂ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോശം മനുഷ്യനായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ മോശം ആളുകളായിരുന്നു. അത് സ്വഹാബിമാരെ കുറ്റം പറഞ്ഞാൽ ഇവരൊക്കെ മോശക്കാരാണെന്ന് വരുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോശം മനുഷ്യനായിരുന്നു. കാരണം എന്താ? അദ്ദേഹത്തിന് കൂടുതലുള്ളവരൊക്കെ മോശം ആളുകളായിരുന്നു എന്ന് പറയാൻ വേണ്ടി. വലൗ കാന റജുലൻ സ്വാലിഹൻ കാന അസ്ഹാബുഹു സ്വാലിഹിൻ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല മനുഷ്യനായിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ആളുകളും നല്ല മനുഷ്യരാകുമായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നവർക്ക് വ്യക്തമായ അജണ്ടകളുണ്ട്. അവരെക്കുറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വിശ്വാസമാണ്, ഏറ്റവും നല്ല രൂപത്തിലുള്ള ചിന്തകൾ മാത്രമാണ് ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബിമാരുടെ കൂടെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിന മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.